യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. തുടരുന്നു. ഇന്ന് നമുക്ക് മൂന്നാമത്തെ സൂത്രമാണ് വിചാരം ചെയ്യേണ്ടത്. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഗുരുവിൻ്റെ വേദാന്ത സൂത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ 2 സൂത്രങ്ങൾ നമ്മൾ വിചാരം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ കടന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഗുരു ഇതിൻ്റെ ഈ സൂത്രത്തിൻ്റെ വിശദീകരണം ഗുരുവിൻ്റെ കൃതികളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നതിൻ്റെ സൂത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സൂത്രത്തിന്റെ വിശദീകരണം ഗുരുവിന്റെ കൃതികളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോ തജ്ജ്യോതിഹി എന്നുള്ള 3ാമത്തെ സൂത്രം വിചാരം ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് ഗുരു എങ്ങനെയാണ് ഈ 3 അക്ഷരത്തിൽ പരബ്രഹ്മ സ്വരൂപത്തിനെ പറഞ്ഞത് എന്നറിയുമ്പോഴാണ് ഗുരുവെന്ന ഋഷീശ്വരനെ നാം അറിയേണ്ടത്. അപ്പോൾ ഗുരുവിനെ അറിയേണ്ടത് ഗുരുവിന്റെ കൃതികളിലൂടെയാണ്, അല്ലാതെ ബാഹ്യമായ മറ്റൊരു വചനങ്ങളിലൂടെ അല്ല നമ്മൾ ഗുരുവിനെ അറിയേണ്ടത്. ഗുരുവിന്റെ സ്വരൂപം എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഗുരുവിന്റെ ആ ദർശന സൗരഭ്യം തുളുമ്പുന്ന അവിടുത്തെ കൃതികളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പൊ 3ാമത്തെ സൂത്രമാണ്. കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു കിം തസ്യ ലക്ഷണം അസ്യ ച കതി ഗണനയേതി. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? ആ ബ്രഹ്മത്തിൻ്റെയും ആ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെയും എത്ര വിഭാഗങ്ങളുണ്ട്, ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിഗണന പ്രകാരം എന്നൊക്കെയാണ് 2ാമത്തെ ചോദ്യത്തിലൂടെ പറഞ്ഞത്. പക്ഷെ അത് ഗണനയിൽ നിന്ന് കവിഞ്ഞ ഈ അറിവിനെ എങ്ങനെയാണ് വിഭാഗം ഗുരു തന്നെ നമുക്ക് അതിനെ അറിയാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് തിരിച്ചു തന്നിരിക്കുന്നത്, ആ തിരിച്ചു തരല് എങ്ങനെയാണ് അത് ഭവിപ്പിക്കുന്നത് എന്നൊക്കെ ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കൃതികൾ നമ്മൾ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിരുന്നു. അടുത്തത് വളരെ വേദാന്ത സൂത്രത്തിലെ പ്രൈം എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സൂത്രങ്ങളും ഒത്തിരി ദാർശനികമായ ഭാവത്തെ ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ബ്രഹ്മത്തിന് അല്ലെങ്കിൽ പരമ്പൊരുളിന് പരമസത്യത്തിന് ഗുരു കൊടുത്തിരിക്കുന്ന ലക്ഷണം എന്താണ്? ലക്ഷണം പറയാനാവാത്ത ആ ജ്യോതിസിന് ഗുരു കൊടുത്തിരിക്കുന്നു തജ്ജ്യോതിഹി. എന്താണ് ലക്ഷണം എന്ന് ചോദിച്ചാൽ തത് ജ്യോതിഹി. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പരമ്പൊരുളിന് വേദാന്ത സൂത്രത്തിൽ പരമ്പൊരുളിനെ നിർവചിച്ചിരിക്കുന്നു തജ്ജ്യോതിഹി എന്ന്. കാരണം ഈ നിർവചനത്തിന് നമുക്ക് മറ്റൊരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് അനുഭവമാണ്.
തജ്ജ്യോതിഹി, തത് ജ്യോതിഹി, 2 പദം. എന്നാൽ അത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഒത്തിരി വിശദീകരണം ആവശ്യമുള്ള ഭാഗമാണ്. തത് ജ്യോതിഹി, തത് എന്ന് പറഞ്ഞാൽ അത്, അത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തശബ്ദം ബ്രഹ്മവാചക ശബ്ദമാണ്. തത്വമസി, തത് ബ്രഹ്മവാചക ശബ്ദമാണ്, ബ്രഹ്മവാചിയാണ്. അപ്പൊ ഇവിടെ തത് ആ പരബ്രഹ്മം അല്ലെങ്കിൽ പരമസത്യം അല്ലെങ്കിൽ പരംപൊരുൾ ജ്യോതിഹി ജ്യോതിസ്വരൂപമാകുന്നു, പ്രകാശാത്മകമാകുന്നു, ജ്യോതിസാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷെ ഇത് ഈ വാക്കിലൂടെ അജ്ഞാനികളായ സത്യാനുഭവത്തിലേക്ക് എത്താത്ത നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരോട് ഗുരുവിന്റെ അനുഭവം ഗുരു വാക്കുകളിലായി ചിത്രീകരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാക്കുകളിലൂടെയല്ലേ അത് പറയാൻ പറ്റൂ. അങ്ങനെ ധരിക്കാവുള്ളൂ. അതാണ് ഗുരു നമുക്കിവിടെ നിർവഹിച്ച് തന്നിരിക്കുന്നത്. വളരെ കരുണയോടെ കൃപയോടുകൂടി അവിടെ നിന്ന് അനുഭവിച്ചതിൻ്റെ ആ അനുഭവത്തെ സൂത്രരൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നു. തജ്ജ്യോതിഹി, അത് ആ അനുഭവം പ്രകാശാത്മകമാകുന്നു, ജ്യോതിസാകുന്നു. 2 പദങ്ങളോട് കൂടിയ സൂത്രമാണ്. അപ്പോൾ കിം തസ്യ ലക്ഷണം എന്ന ചോദ്യത്തിന് മറുപടിയാണ് എന്താണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം. അതിന്റെ ലക്ഷണം തത് ജ്യോതിഹി, അത് ജ്യോതിസ്വരൂപമാകുന്നു. ഇനി നമുക്ക് നോക്കാം, സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക എന്നതാണ് ബ്രഹ്മത്തിന്റെ പ്രകാശ സ്വരൂപത്വം. എന്താണ് പ്രകാശ സ്വരൂപത്വം എന്ന് ചോദിച്ചാൽ, ബ്രഹ്മത്തിന്റെ ജ്യോതിസ്വരൂപത്വം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ഉണ്മ അനുഭവിച്ചു വിളങ്ങുക. സ്വയം ഉണ്മയുള്ളതായിരിക്കുന്ന ആ അനുഭവം, അത് ആ അനുഭവത്തോടു കൂടി പ്രകാശിക്കുക എന്നുള്ളതാണ്. ബോധത്തിന് മാത്രമേ അല്ലെങ്കിൽ ആത്മസ്വരൂപത്തിന് മാത്രമേ സ്വയം ഉണ്ടെന്നറിയാനും മറ്റൊരു വസ്തുവിനെ ഉണ്ടെന്നറിയാനും സാധ്യമാകുകയുള്ളൂ. ഇത് കുറച്ച് ദാർശനികമാണ്, കുറച്ച് ഏകാഗ്രതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കേട്ടതിന് ശേഷം കുറെ വിചാരം ചെയ്ത് ഇതിനെ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് ഉറപ്പിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കൃതിയിലൂടെയും നിഷ്പ്രയാസം സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക എന്നതാണ് ബ്രഹ്മത്തിന്റെ പ്രകാശ സ്വരൂപത്വം. ഉണ്മയാണത്, ബോധമാണ്. അപ്പോ തജ്ജ്യോതിഹി എന്നുള്ളത് ബ്രഹ്മത്തിന്, ഇപ്പോൾ സുനിജി കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ നീ സത്യജ്ഞാനം ആനന്ദം അല്ലെങ്കിൽ സച്ചിദാനന്ദം ഒക്കെ ലക്ഷണം അല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ തജ്ജ്യോതിഹി എന്ന് പറഞ്ഞതും ഒരു സ്വരൂപ ലക്ഷണം തന്നെയാണ്. സ്വരൂപ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തോട് ചേർന്നിരിക്കുന്ന ലക്ഷണം. അതിനൊരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറ്റില്ല, അനുഭവമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മം എന്ന മഹാജ്യോതിസിന്റെ പ്രകാശത്താലാണ് സ്വയം പ്രകാശ സ്വരൂപങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ള സൂര്യ, ചന്ദ്ര, നക്ഷത്ര, അഗ്നി തുടങ്ങിയ സർവ്വതും പ്രകാശിക്കുന്നത് ബ്രഹ്മം എന്ന മഹാജ്യോതിസിന്റെ പ്രകാശത്താലാണ്. നമ്മൾ കരുതിയിരിക്കുന്നത് സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങൾക്കും അഗ്നിക്കും ഒക്കെ സ്വയം പ്രകാശ സ്വരൂപത്വം ഉണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ കരുതുന്ന ഈ വസ്തുക്കൾക്ക് പ്രകാശം കൊടുക്കുന്നത് ബ്രഹ്മം എന്ന മഹാജ്യോതിസാണ്. അല്ലെങ്കിൽ ആ ജ്യോതിസിന്റെ പ്രകാശത്താലാണ് ഈ സൂര്യചന്ദ്രാദികൾ പ്രകാശിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ഇനി നമുക്ക് പറയാറുണ്ട് അക്ഷരം ജ്യോതിരിക്ഷ്യതേ. അക്ഷരം ജ്യോതിരിക്ഷ്യതേ. അക്ഷരം എന്ന വാക്കിന് നക്ഷരം എന്നർത്ഥം, നശിക്കാത്തത്, നാശമില്ലാത്തത്. ആ നാശമില്ലാത്ത സത്യത്തെ ജ്യോതിഹി ഇഷ്യതേ, ജ്യോതിസ് എന്ന് പറയുന്നു. ഗുരു നമുക്ക് പറഞ്ഞിരുന്നത് തജ്ജ്യോതിഹി എന്നാണ്. ഇതൊക്കെ ശ്രുതി പറയുന്നതാണ്. ശ്രുതിയില് വേദത്തില് പറയുന്ന മറ്റൊരു നിർവചനമാണ് അക്ഷരം ജ്യോതിഹി ഇഷ്യതേ. വാക്കിനെയും ജ്യോതിസ് എന്ന് പറയാറുണ്ട്, നാശമില്ലാത്ത ആ സത്യത്തെ. ഇനി അപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ പ്രാർത്ഥനയിൽ പോലും ചൊല്ലുമ്പോൾ പോലും നമ്മൾ ഉൾപ്പെടുത്തി വെക്കാറുണ്ട് അല്ലെ, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം അല്ലെ. അത് ആര് രചിച്ചതാണെങ്കിലും എത്ര പണ്ടുകാലത്ത് നമ്മൾ വിദ്യാലയങ്ങളില് പ്രാർത്ഥനയ്ക്ക് കേൾക്കുന്ന നമ്മുടെ ചെവികളിൽ നിന്ന് ഇന്നും അത് പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അർത്ഥവത്തായ പ്രാർത്ഥനയാണ്, ഈശ്വര പ്രാർത്ഥനയാണ് അല്ലെ. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന
പരമപ്രകാശമേ ശരണം നീ നിത്യം. നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു പരിശോധിച്ചാലും അതിനകത്ത് ഒരു അണുവിന്റെ ആ ദിവ്യ അണു, ആ ദൈവഗണം അല്ലെങ്കിൽ ദൈവകണം സ്പന്ദിക്കുന്നു എന്നാണല്ലോ ശാസ്ത്രലോകം പ്രപഞ്ചത്തെ വിശദീകരണം ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയത്. ആ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമേ, എല്ലാത്തിനും പ്രകാശമായിരിക്കുന്ന പറഞ്ഞത് പരമമായ ജ്യോതിസിനെ കുറിച്ചാണ്. പരമ്പൊരുളിനെ ജ്യോതിസ് എന്നാണ് ഗുരു നമുക്ക് വേദാന്ത സൂത്രത്തിലൂടെ ലക്ഷണം ചെയ്ത് അല്ലെങ്കിൽ നിർവചനം ചെയ്ത് തന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പൊ എല്ലാവരും കേൾക്കുകയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകാശാത്മകമാണ്, മഹാജ്യോതിസാണ് എന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ധരിക്കുകയാണ് സൂര്യന്റെ പ്രകാശം പോലെ, ചന്ദ്രന്റെ പ്രകാശം പോലെ, നക്ഷത്രങ്ങളുടെ പ്രകാശം പോലെ, അഗ്നിയുടെ പ്രകാശം പോലെ ഒക്കെയുള്ള ഒരു പ്രകാശമാണോ ഈ ബ്രഹ്മം? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ സംശയം വരും. അതല്ല, ആ അർത്ഥത്തിലല്ല ബ്രഹ്മത്തെ ജ്യോതിസ്വരൂപം എന്ന് ഗുരു സൂത്രരൂപത്തിൽ തന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ ഉറപ്പിക്കണം. വെറുമൊരു പ്രകാശമല്ല പരബ്രഹ്മസ്വരൂപം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അവ്യവഹാര്യമാണ്, അചിന്ത്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വാക്കുകൊണ്ട് വ്യവഹരിക്കാനാവാത്ത ആ സത്യത്തെ പറഞ്ഞപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഗുരു, തജ്ജ്യോതിഹി എന്ന്. അത് ജ്യോതിസാണ്, പ്രകാശാത്മകമാണ്, മഹാവെളിച്ചമാണ്, അത് ആനന്ദമാണ്. അങ്ങനെ ഒരു നിർവചനം ഗുരു തന്നിരിക്കുന്നത് വെറും വെളിച്ചമാണ്, പരമസത്യം എന്ന അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത് എന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെ, ചന്ദ്രന്റെ വെളിച്ചം പോലെയുള്ള വെളിച്ചമല്ല. അവനവന്റെ സ്വരൂപത്തിൽ അനുഭവപ്പെടുന്ന ആ മനോമാലിന്യങ്ങൾ നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന പ്രകാശാത്മകതയെ, ആനന്ദാത്മകതയെയാണ് ഗുരു തജ്ജ്യോതിഹി എന്ന് പറഞ്ഞത്. കാരണം അത് ഗുരുവിന്റെ അനുഭവമാണ്, അനുഭവത്തിന്റെ വാക്കാണത്. അതുപോലെ ദൈവദശകത്തിലെ ബ്രഹ്മത്തെ ഗുരു ദൈവദശകത്തില് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ശരിക്കും നമ്മളിപ്പോ പല ആളുകൾക്കും സംശയം വരും, ഗുരു ദേവനാണോ, ഗുരുവിനെ ദേവൻ എന്ന് വിളിക്കാമോ, പരബ്രഹ്മ സ്വരൂപനായ ഗുരുവിനെ ദേവൻ എന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ വാക്കിന്റെ നിരുക്തി ഒന്ന് എടുത്തു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിവ് ധാതുവിൽ നിന്നാണ് ദേവൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ദിവ് ധാതു. ആ ദിവ് ധാതുവിന് പ്രകാശം, പരമപ്രകാശം എന്ന് തന്നെ അർത്ഥമുണ്ട്. അതിൽ നിന്ന് ഉണ്ടായ രൂപമാണ് ദൈവം എന്നുള്ളത്. അതിൽ ഒത്തിരി വ്യാകരണ നിയമങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അത് ദൈവം എന്ന പദമായിട്ട് മാറിയിരിക്കുന്ന ദിവ് ധാതു. ആ ദൈവ ശബ്ദത്തിന് ഒട്ടേറെ അർത്ഥങ്ങള് നിരുക്ത ശാസ്ത്രത്തിൽ യാസ്കൻ എന്ന ഋഷി പറയുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഗുരുവിന്റെ ദൈവദശകം പഠിക്കാൻ. യാസ്ക നിരുക്തത്തിൽ യാസ്കാചാര്യര് ദൈവശബ്ദത്തെ പറയുന്നുണ്ട്. ദ്യോതനാദുവ, ദീപനാദുവ, ദാനാദുവ, ദിവി ഭവോ വാ ദേവ. ഇവിടെ പറയാണ്, ഇവിടെ നമ്മൾ വ്യാകരണ ഭാവം എനിക്കൊന്ന് പറയണമെന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാതെ വരുമ്പോൾ വിഷമിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതായത് ദിവ് ധാതുവിന് സ്വാർത്ഥേ അണ്, സ്വാർത്ഥത്തിൽ അണ് എന്ന സ്വാർത്ഥേ അണ് എന്ന സൂത്രത്തിൽ നിന്ന് അണു പ്രത്യയം വന്നാണ് ദൈവം എന്ന വാക്കുണ്ടായത്. സ്വാർത്ഥേ അണ് എന്ന സൂത്രത്തിൽ നിന്ന് ദൈവം എന്ന വാക്കിന്, ദിവ് ധാതുവിന് അണു പ്രത്യയം വന്നപ്പോഴാണ് ദൈവം എന്ന വാക്കുണ്ടായത്. അതായത് സ്വാർത്ഥ പ്രത്യയം എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുമ്പോൾ അർത്ഥത്തിന് മാറ്റം, അർത്ഥത്തിന് മാറ്റം വരാത്ത പ്രത്യയം എന്നാണ് അർത്ഥം സ്വാർത്ഥ പ്രത്യയം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവ് ധാതു, ദിവ് പ്ലസ് അണ്, വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി, മനസ്സിലായില്ലേ, വിട്ടുകളഞ്ഞത്. ദിവ് പ്ലസ് അണ് ചേർത്തു, സ്വാർത്ഥയാണെന്നുള്ള സൂത്രം കൊണ്ട് ദിവ് ധാതുവിന് അണു വന്നപ്പോൾ ദിവ് പ്ലസ് അണ് എന്ന് വന്നു. അണ് എന്നുള്ളതിലെ ദിവ് അണ് എന്നുള്ളത് ലോപിച്ചു പോയി, നിത്വത്തിന് ലോപം വന്നു. അപ്പൊ ദിവ് ആന്നായി, ദിവ് പ്ലസ് ആന്നായി. ആ ദിവ് ആയിലെ ദി എന്നുള്ളതിലെ ദികാരത്തിന് എന്ത് വന്നു?
വൃദ്ധിരാവേജ് എന്നുള്ള സൂത്രം കൊണ്ട് ഐകാരം ആദേശം വന്നപ്പോഴാണ് ദൈവം എന്ന് വന്നത്. ദിവ്യ പ്ലസ് അണിലെ ക്ക് നിത്വം വന്ന് നിത്വം വന്നത് ലോപിച്ചു പോയി. ദിവു പ്ലസ് ആന്നായി. ഈ ദിവു പ്ലസ് ആയിലെ ദി എന്നുള്ളതിലെ ആ ദി എന്ന പദത്തിന് എന്ത് വന്നു? ഐകാരം ആദേശമായി വന്നപ്പോൾ ദൈവഹാന്നായി. പിന്നെ വിസർഗം സുത്വവും ഋത്വവും വന്ന് ദൈവഹ എന്ന രൂപമായതാണ്. അപ്പോൾ ആ ദേവശബ്ദത്തിന് അത് വ്യാകരണം നിങ്ങൾ വിട്ടുകളഞ്ഞ കേട്ടോ. ഞാനത് ഒന്ന് വെറുതെ സൂചിപ്പിച്ചെന്ന് മാത്രമല്ല. ഇത്രയും പ്രോസസ്സിലൂടെയാണ് ദൈവം എന്ന വാക്ക് വ്യാകരണ ശാസ്ത്രപരമായി അതിന്റെ രൂപം വന്നിരിക്കുന്നത്. അതിലെ യാസ്ക മഹർഷി കൊടുത്തിട്ടുള്ളത് ദ്യോതനാദ് വാ ദൈവം. അതായത് അവിടേക്ക് ഈ പ്രകാശം എന്നുള്ള അർത്ഥം എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ദ്യോതനാദ് വാ, 4 അർത്ഥം പറഞ്ഞതിൽ ഒന്ന് ദ്യോതനാദ് വാ എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്. എല്ലാത്തിനെയും ഇപ്പൊ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഇടിമിന്നലും തുടങ്ങി സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ദേവൻ എന്ന് പറയാം. ശ്രദ്ധിക്കണം, പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ദേവൻ എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ ദീപനാദുവ, സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട്. മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടും ദൈവം എന്ന് പറയാം, സ്വയം പ്രകാശിക്കുന്നത് കൊണ്ടും ദൈവം എന്ന് പറയാം. ദാനാദുവ, ദാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിക്ക് ചൂട് കൊടുക്കുന്നതും ജലത്തിന് ദ്രവത്വം കൊടുക്കുന്നതും പിന്നെ മഞ്ഞിന് തണുപ്പ് കൊടുക്കുന്നതും വായുവിന് സ്പർശം കൊടുക്കുന്നതും ആകാശത്തിന് ശബ്ദം കൊടുക്കുന്നതും, ഇങ്ങനെ ഈ ഓരോന്നിന്റെയും ഗുണങ്ങൾ ഓരോന്നിന് കൊടുക്കുന്നത് കൊണ്ട് ദാനാദുവാ ദൈവം. യാസ്കനിരുക്തത്തിൽ പറയുന്നതാണ്. വൈദിക ശബ്ദങ്ങളുടെ അർത്ഥനിർണയം ചെയ്യുന്ന ശാസ്ത്രമാണ് യാസ്കനിരുക്തം. അതിലെ ഗുരുവിനെ ദേവനെന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? ദൈവം എന്ന ശബ്ദത്തിന് പരബ്രഹ്മം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ആ വിളിക്ക് തെറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നിരുക്തത്തിന്റെ വാക്കുകൾ എടുത്ത് പറഞ്ഞത്. അപ്പോ അടുത്തത് പറയാണ് ദിവി ഭവോ വാ ദേവഹ. അപ്പൊ ദ്യോതനാദ് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്, ദീപനാദ് പ്രകാശിക്കുന്നത് കൊണ്ട്, ദാനാദ് എല്ലാവർക്കും അവരവരുടേതായ ഗുണങ്ങൾ കൊടുക്കുന്നത് കൊണ്ട്. അടുത്തത് ദിവി ഭവോ വാ ദേവഹ. ദിവി ഭവോ വാ, ദ്യോവിൽ വസിക്കുന്നത് കൊണ്ട് ദേവൻ. ഭൂമിക്കും അന്തരീക്ഷത്തിനും ഉപരിയുള്ള ആ പ്രകാശമണ്ഡലത്തിൽ പ്രകാശ സ്വരൂപനായി വിരാജിക്കുക. ഭൂമിക്കും അന്തരീക്ഷത്തിലും അതിനുപരിയും ഒക്കെ പ്രകാശ സ്വരൂപനായി വർത്തിക്കുക എന്ന അർത്ഥത്തിലും, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരുന്നു കൊണ്ട് ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നു എന്ന അർത്ഥത്തിലും ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? ദൈവം എന്ന പദം ഉപയോഗിക്കാം. ആലോചിച്ച് നോക്കണം. അപ്പോ ഇത് നിരുക്തശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവശബ്ദത്തിനെ നിർവചിച്ചാൽ ഇത്രയും അർത്ഥങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് ഗുരുദേവൻ കരുണയോടെ ദൈവദശകം എന്ന് പേരിട്ടത്. അവിടെ ദൈവത്തിന് പരബ്രഹ്മം എന്ന അർത്ഥം എങ്ങനെ വരുന്നു എന്ന് നിരുക്തശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ആ നിരുക്തശാസ്ത്രത്തിന്റെ വിശദീകരണം എടുത്തു വെച്ചുകൊണ്ട് കൂടുതൽ വ്യാകരണ ശാസ്ത്രത്തിന്റെ അർത്ഥതലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഗുരു ഉപയോഗിച്ചിരിക്കുന്ന ദൈവം ഈസ് ഈക്വൽ ടു ബ്രഹ്മം, ഒരു സംശയവും ഇല്ല അല്ലെ? അപ്പോ ദൈവൻ തന്നെയല്ലേ ദേവൻ? ആലോചിച്ച് നോക്കൂ. ഇവിടെ മറ്റൊരർത്ഥത്തിൽ ബാഹ്യമായ മറ്റു ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ ദേവതാ സങ്കല്പങ്ങളെ പറയുന്ന ദേവശബ്ദത്തിന്റെ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, പരമ്പൊരുൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ അങ്ങനെ അവിടെയുമൊക്കെ ഈ പ്രകാശാത്മകതയെ വൈദിക ശബ്ദത്തിന്റെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രങ്ങളിൽ പോലും പരബ്രഹ്മ സ്വരൂപത്തിന് പ്രകാശാത്മകതമായിട്ടാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം വിശദീകരിച്ചത്. അതുപോലെ തന്നെ ഗുരുവിന്റെ കൃതികള് ആകവേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പ്രകാശ സ്വരൂപത്തെ പലയിടത്തും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതില് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വേദങ്ങളിൽ വരുന്ന തത്വത്തെ തന്നെ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ശങ്കര ഭഗവത്പാദർ ഏകശ്ലോകിയായിട്ട് തന്നിട്ടുണ്ട്. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ സൂത്രം പഠിക്കാൻ മനസ്സിലാവും. ഇപ്പൊ ഇതിനകത്തുള്ള പഠിതാക്കളൊക്കെ ഇത് പലവട്ടം കേട്ട് കഴിഞ്ഞവരാണ്.
ഈശാവാസ്യ ഉപനിഷത്ത് മനനം ചെയ്തപ്പോഴും അറിവ് മനനം ചെയ്തപ്പോഴും ഗദ്യപ്രാർത്ഥന കേട്ടപ്പോഴൊക്കെ ഈ ഉദാഹരണം പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന പഠിതാക്കൾക്ക് വേണ്ടിയിട്ടും കൂടി പറയുകയാണ്, ശങ്കര ഭഗവത്പാദരുടെ ഏകശ്ലോകി അത് വേദത്തിൽ നിന്ന് എടുത്തതാണ്. വേദത്തിൽ നിന്ന് എടുത്തതാണ്. ഒരു ഒറ്റ ശ്ലോകമായിട്ട് ഒന്നും അറിയില്ലാത്ത, ആത്മജ്ഞാനത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ലാത്ത ഒരു വൃദ്ധൻ, അദ്ദേഹത്തിന് ഇനി ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിച്ച് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള സമയമില്ല. വയസ്സ്, പ്രായം, ശരീരം ജീർണിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ഒരുവനോട് ആത്മസാക്ഷാത്കാരത്തിന് പര്യാപ്തമാകുന്ന തരത്തിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്ന രീതിയിൽ ഏകശ്ലോകി, നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അത് കൂടുതൽ ആ വരികളൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് വിചാരം ചെയ്യണം. അതിന്റെ വിശദീകരണമാണ് ഹരിനാമ കീർത്തനത്തിൽ എഴുത്ത ചെന്നിരിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, ആ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ മലയാളമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിപ്പോ ഏകശ്ലോകിയിലെ ഗുരു ശിഷ്യനോട് ചോദിക്കുക, അല്ലയോ ശിഷ്യ, നിനക്കിവിടെ എന്ത് പ്രകാശമാണുള്ളത്? നീ എന്തിനെ കൊണ്ടാണ് ഈ ലോകത്ത് കാണുന്നത്? എന്ത് പ്രകാശമാണ് നിനക്കുള്ളത്? വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അപ്പൊ പറയുകയാണ്, പകല് ഞാൻ സൂര്യനെ കൊണ്ടാണ് കാണുന്നത്. കിം ജ്യോതിസ്തവ, നിനക്ക് എന്താണ് ഇവിടെ പ്രകാശം? എന്താണ് പ്രകാശം തരുന്നത് എന്നപ്പോ പറയേ, ഭാനുമാൻ അഹനിമേ, അഹനി പകല്, ഭാനുമാൻ സൂര്യനാണ്, മേ എനിക്ക് ജ്യോതിസ് തരുന്നത്. പകല് സൂര്യപ്രകാശത്തിലാണ് ഞാൻ എല്ലാം കാണുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാം, ഉത്തരം എളുപ്പമാണ്. അപ്പൊ പെട്ടെന്ന് ഗുരു ചോദിക്കുക, രാത്രോ കിം ജ്യോതിഹി, രാത്രിയിൽ നീ എന്തിനെ കൊണ്ടാ കാണുന്നത് ഈ വസ്തുക്കളെ? അപ്പൊ പറയാണ്, പ്രദീപാധികം, വിളക്ക് അല്ലെ, ഇലക്ട്രിക്കിന്റെ പ്രകാശം അല്ലെ, ഇലക്ട്രിക് ബൾബിന്റെ പ്രകാശം അല്ലെങ്കിൽ വിളക്ക്, ഇതിന്റെയൊക്കെ സഹായത്തിലാണ് ഞാൻ രാത്രി വസ്തുക്കളെ കാണുന്നത്. അപ്പൊ ഗുരു പറയാ, സ്യാദ്, ശരി ശരി, ഏവം, നീ പറഞ്ഞത് ശരി. എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക, രവി ദീപ ദർശനവിധോ കിം ജ്യോതിഹി, സൂര്യനെയും അതുപോലെ വിളക്കിനെയും ഒക്കെ കാണാൻ എന്തുകൊണ്ടാണ്, എന്ത് പ്രകാശം കൊണ്ടാണ് നീ വിളക്കിനെയും പിന്നെ എന്താ പറയാ സൂര്യനെയൊക്കെ കാണുന്നത്? സൂര്യനെയും വിളക്കിനെയും കാണുന്നത് എന്തുകൊണ്ടാ? അപ്പൊ പറയാണ്, ചക്ഷുഹു, എന്റെ കണ്ണുകൊണ്ട്. ശരി, അതും ശരിയാണ്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അസ്യ നിമീലനാദി സമയേ കിം ജ്യോതിഹി, ആ കണ്ണൊന്ന് അടയ്ക്കുമ്പോൾ നിനക്ക് എന്താണ് പ്രകാശം വരുന്നത്? ആ കണ്ണടച്ചാൽ നീ എങ്ങനെ കാണുക? അഖ്യാഹിമേ, എന്നോടൊന്ന് പറഞ്ഞു തരൂ. വളരെ അരുമയോടെയാണ്, ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കണ പോലെയാണ് പഠിപ്പിക്കുന്നത്. നീ എന്നോട് പറഞ്ഞു തരൂ. അപ്പൊ പറയാണ്, ധീഹി, എന്റെ ബുദ്ധി കൊണ്ട് കാണും. കണ്ണടച്ചാലും ഞാൻ ഉണ്ടെന്നും ഞാൻ എല്ലാം എനിക്ക് ഓർമ്മ വന്നുണ്ട്. ഞാൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു എന്നും എന്താണെന്നും ഞാൻ ആരാണെന്നും ഒക്കെ എനിക്ക് ഓർമ്മ വന്നുണ്ട് അല്ലെ. കണ്ണില്ലെങ്കിലും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നീ അറിഞ്ഞ? ധീഹി, ബുദ്ധി. പെട്ടെന്ന് ചോദിക്കുകയാണ്, നമ്മൾ തന്നെ ഇത് നമ്മളിലേക്ക് തന്നെ ഒന്ന് സ്വയം പറഞ്ഞു നോക്കണം. ദിയോദർശനേക്കും, ബുദ്ധിയെ കാണുന്നത് ആരാണ്? പെട്ടെന്നാണ് സ്പാർക്ക് വരുന്നത്. നിന്റെ ബുദ്ധിയെ ആര് കാണുന്നു? അപ്പൊ പെട്ടെന്ന് പറയാൻ ഉത്തരവൊന്നുമില്ല. തത്ര അഹം, ഞാൻ കാണുന്നു. ഞാനാണ് ബുദ്ധിയെ കണ്ടത്. ബുദ്ധിയാണ് കണ്ണടച്ചാലും ബുദ്ധിയാണ് എനിക്ക് പ്രകാശം അരുളിയത് അല്ലെ. കണ്ണടച്ചില്ലെങ്കിൽ എനിക്ക് കണ്ണാണ് പ്രകാശം അരുളിയത്. അപ്പോ ഈ ഞാൻ എന്ന് പറഞ്ഞപ്പോ പറയേ, പരമകം ജ്യോതിഹി. പരമകം ജ്യോതിഹി എന്ന് പറഞ്ഞാൽ പ്രകാശങ്ങളിലും പ്രകാശമായ ആ വിളക്ക് നീ തന്നെയാണ് ശിഷ്യ എന്ന് പറയാണ്. നിന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ജ്യോതിസിനെ മറ്റെങ്ങും തേടി പോകണ്ട. തജ്ജ്യോതിഹി എന്ന് പറഞ്ഞാൽ ആ ജ്യോതിസ് നിന്നിൽ തന്നെയുള്ള പ്രകാശാത്മകതയാണ്, നിന്നിൽ തന്നെ പ്രകാശിക്കുന്ന ആത്മസ്വരൂപമാണ്. വിളക്കിലും വിളക്കായിട്ടുള്ള പരമകം ജ്യോതി എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകാം ആ ഒരു സൂത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. അതുതന്നെയാണ് നമ്മൾ അർക്കാനലാദി അല്ലെ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണുന്ന ആ വെളിവൊക്കെ കാണുന്ന ഗ്രഹിക്കുന്ന കണ്ണാണ്. ആ കണ്ണിന് കണ്ണ് മനസ്സാണ്.
മനസ്സിനെ കാണുന്ന പൊരുൾ താൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നറിയുമ്പോൾ എന്ത് ആനന്ദമാണ്. ഞാനാണ് എല്ലാത്തിനെയും കാണുന്ന കാഴ്ച. സൂര്യന് പോലും വെളിച്ചം കൊടുക്കുന്ന, രൂപം കൊടുക്കുന്ന, ചൈതന്യം കൊടുക്കുന്ന ആ പ്രകാശം ഞാൻ തന്നെയാണ് എന്നറിയണം. നമ്മൾ വെറുതെ കേട്ടുപോകാതെ ഇത് നന്നായി മനനം ചെയ്ത് നമ്മളിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിസിനെ പതുക്കെ 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 പ്രജ്വലിപ്പിക്കുന്ന രീതിയിൽ വേണം നമുക്കിതിൻ്റെ ശ്രവണം നടക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഉപനിഷത്തിന്റെ പേരൊന്ന് കുറിച്ചു വെക്കുക. കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ശ്വേതാശ്വതര ഉപനിഷത്ത്. 3 ഉപനിഷത്തുക്കളിൽ ചേർത്ത് ഒരേപോലെ പറയുന്ന ഒരു മന്ത്രമാണ് അടുത്ത് പറയാൻ പോകുന്നത്. കഠോപനിഷത്തിന്റെ 2-ാം അധ്യായം, മുണ്ടകോപനിഷത്ത് 2-2, അതുപോലെ തന്നെ ശ്വേതാശ്വതര ഉപനിഷത്ത്. 10 ഉപനിഷത്തുക്കൾക്കാണല്ലോ ശങ്കര ഭഗവത്പാദര് ഭാഷ്യം രചിച്ചത്. ഈ 10 ഉപനിഷത്തുക്കൾ കൂടാതെ ശ്വേതാശ്വതര ഉപനിഷത്തിനും കൂടി ഭഗവത്പാദര് ഭാഷ്യം ചമച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ഇതിൽ 3ലും പറയുന്ന ഒരൊറ്റ മന്ത്രം അത് നമ്മൾ കാണാതെ പഠിക്കണം. അതിങ്ങനെ പറയാണ്: ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയമഗ്നിഃ തമേവ സർവമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. അവിടെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, കേൾക്കണം നമ്മൾ. അപ്പൊ ഇത് കേട്ടതാണല്ലോ എന്ന് വിചാരിക്കേണ്ട. തശ്രവണം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്ന് പറയാറില്ലേ? വീണ്ടും വീണ്ടും കേൾക്കുന്നത് തത്വം ഉറയ്ക്കുന്നതിന് നല്ലതാണ്. അപ്പൊ പറയാണ്: ന തത്ര സൂര്യോഭാതി, സൂര്യ തത്ര ന ഭാതി. സൂര്യന്റെ പ്രകാശം കൊണ്ട് ആത്മാവ് പ്രകാശിക്കുന്നില്ല, ആ ജ്യോതിസ് പ്രകാശിക്കുന്നില്ല. ന ചന്ദ്ര താരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ന ഇമാ വിദ്യുതോ ഭാതി, വിദ്യുതോ ഇമാ ന ഭാതി. ഇടിമിന്നലിന് ഇതിനെ, ഈ ആത്മാവിനെ ന ഭാതി പ്രകാശിപ്പിക്കാൻ പറ്റില്ല. തിരിച്ചു കൊടുക്കാം. സൂര്യൻ ഇതിന്റെ ചൈതന്യത്തിൽ പ്രകാശിക്കുന്നില്ല. അതുപോലെ തന്നെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നില്ല. അല്ല, ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശിക്കുന്നതിന് ഇതിന്റെ പ്രകാശം വേണമെന്ന് തിരുത്തിയെടുത്തേക്കണേ, പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അതായത് സൂര്യന് പ്രകാശിക്കുന്നതിലും ഈ പരമപ്രകാശം ആവശ്യമാണ്. ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശിക്കുന്നതിന് ഈ പരമപ്രകാശം ആവശ്യമാണ്. ഇടിമിന്നലിന് മിന്നൽ കൊടുക്കുന്നതും ഈ പരമ്പൊരുൾ തന്നെയാണ്. പിന്നെയാണോ ഈ ഭൂമിയിലെ നിസ്സാരമായ അഗ്നി? കുതോയം അഗ്നിഹി കുതഹ. പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്നിട്ട് പറയണം തം ഏവ. അഗ്നിക്കും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കൊന്നും ഈ പരമ്പൊരുളിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. തം ഏവ, അവൻ തന്നെയാണ്, ആ പരമജ്യോതിസ് തന്നെയാണ് സർവം അനുഭാതി, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. തസ്യ ഭാസ, അവന്റെ പ്രകാശം കൊണ്ടാണ് സർവം, സകലതും, പ്രപഞ്ചത്തിലെ ഒരു മന്ദരി പോലും സ്ഥിതി ചെയ്യുന്നത് അവന്റെ പ്രകാശത്തിലാണ്. തസ്യ ഭാസ സർവമിദം വിഭാതി. ഉണ്ടോ? അവിടെയൊക്കെ ആ പ്രകാശ സ്വരൂപത്തെ എടുത്തു പറയുന്നുണ്ട്, ബ്രഹ്മത്തിന്റെ പ്രകാശ സ്വരൂപത്തെ പറയുന്നുണ്ട്. അപ്പൊ ഗുരു ഈ തജ്ജ്യോതിഹി എന്നുള്ളത് ബ്രഹ്മത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത് എത്ര ഗ്രേറ്റ് ആണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രയോ ഉപനിഷത്തുക്കളുടെ ശ്രുതികളിലും വേദത്തിലെ ഉപനിഷത്തുക്കളിലും ഒക്കെ പറയുന്ന തത്വത്തെ അവിടുന്ന് 3 അക്ഷരം കൊണ്ട് കുറിച്ചിട്ടപ്പോൾ ഗുരുവിന്റെ സംഗ്രഹണ പടുത്വം, ഋഷിത്വം, കവിത്വം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് പലപ്പോഴും നമ്മൾ ഗുരുവിനെ അറിയുന്നില്ല, അറിയേണ്ട രീതിയിൽ ഗുരുവിനെ അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കൃതികൾ പഠിക്കുമ്പോൾ പോലും നമ്മൾ വെറുതെ യാന്ത്രികമായി കണ്ണുള്ളിൽ ചെല്ലാതെ പഠിച്ചും എഴുതിയും വായിച്ചും അക്കാഡമിക് തലത്തിൽ കടന്നു പോവുകയാണ്. ഒരിക്കലും നമ്മൾ ഇതിനെ മനസ്സിലിട്ട് മനനം ചെയ്യാനോ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലുമോ നമ്മൾ നടത്തുന്നില്ല. ഞാൻ ഉൾപ്പെടെ പറയാട്ടോ, അതിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങളിൽ നിന്നും പിന്നെയല്ല ഞാനും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശാത്മകതയെ അറിയാനാണ് ഗുരു നമുക്ക് ഇത്തരത്തിലുള്ള ശ്രേഷ്ഠങ്ങളായ കൃതികളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോ
ഇപ്പഴേ ഉലകിലുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ആ കൽക്കയും അതെ വിറ്റുപാടും സുനിജി, അതില് വിലമറിയാതെ വിളക്കുദിക്കയും പൊലികയും ഇല്ലിത് കണ്ടുപോയിടേണം. അതെ, ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോ ടീച്ചർ ഈ ശ്ലോകം ഒന്നും കൂടെ പറയാവോ? ഇന്നത്ര സൂര്യോ ഭാതി ചന്ദ്രതാരക ചന്ദ്രതാരകം ചന്ദ്രതാരകം അടുത്തത് നേമാ വിദ്യുതോ ഭാതി ന ഇമ നേമാ വിദ്യുതോ ഭാതി ഭാതി കുതോയമഗ്നിഹി കുതഃ അയം അഗ്നിഹി കുതോയമഗ്നിഹി കുതോയമഗ്നിഹി തമേവ തമേവ അവൻ തന്നെ തമേവ സർവം അനുഭാതി തമേവ സർവമനുഭാതി തസ്യ ഭാസ തസ്യ ഭാസാ സർവമിദം സർവമിദം വിഭാതി. വിഭാതി. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടത്തിൽ നിന്ന്, അപ്പൊ നമുക്ക് നോക്കാം, ഒരു കുടം, ആ കുടത്തിൽ നമ്മൾ ഒരു വിളക്ക്, കുടത്തിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചേക്കുവാന്ന് വെറുതെ ചിന്തിക്കും. അപ്പോൾ ഒരിക്കലും ആ വിളക്ക് കുടത്തിനെ പ്രകാശിപ്പിക്കും. കുടത്തിന്റെ അകത്തൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ വിളക്കിന് കുടത്തെ പ്രകാശിപ്പിക്കാനുള്ള പ്രകാശാത്മകതയുണ്ട്. എന്നാൽ കുടത്തിന് വിളക്കിനെ പ്രകാശിപ്പിക്കാൻ പറ്റും? തിരിച്ചു ചിന്തിച്ചു നോക്കൂ. കുടത്തിന് ഒരിക്കലും വിളക്കിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ഈ വിളക്കിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കാൻ മാത്രമേ കുടത്തിന് പറ്റൂ. അതുപോലെ നമ്മിലെ ആത്മചൈതന്യമാണ് ബുദ്ധി ഇന്ദ്രിയാദികളെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മിലുള്ള ആത്മചൈതന്യത്തിന്റെ പ്രകാശത്താലാണ് ബുദ്ധീന്ദ്രിയാദികള് പ്രകാശിക്കുന്നത് എന്ന് അറിയണം. ബുദ്ധീന്ദ്രിയാദികൾ കൊണ്ട് ആത്മാവല്ല പ്രകാശിക്കുന്നത്, ആത്മപ്രകാശത്തിലാണ് ബുദ്ധീന്ദ്രിയാദികള് പ്രകാശിക്കുന്നത്. ഇനി ഭൗതികമായ ബാഹ്യദൃഷ്ടിയിൽ നമ്മൾ പറയുമ്പോൾ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണെന്ന് നമ്മൾ പറയാറുണ്ട്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണെന്ന് നമ്മൾ ഭൗതിക തലത്തിൽ പറയും. അതുപോലെ എല്ലാത്തിനും പ്രകാശം കൊടുക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്ന വസ്തുവാണെന്ന് നമ്മൾ പ്രാപഞ്ചിക തലത്തിൽ സൂര്യനെ പറയും. സൂര്യനെ കാണാൻ മറ്റൊരു വെളിച്ചം വേണ്ട എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനും മറ്റൊരു വസ്തു ആവശ്യമില്ല. വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വസ്തു ആവശ്യമില്ല എന്ന് വീണ്ടും ഒന്നും കൂടി ഉറപ്പിക്കുന്നു. തീയില് ഒരു ഇരുമ്പ് കഷ്ണം തീയിലിട്ട് ചുട്ടു പഴുപ്പിച്ചാൽ, ആത്മബോധത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നതാണ്, തീയിലിട്ട് ചുട്ടു പഴുപ്പിച്ച ഒരു ഇരുമ്പും കഷ്ണത്തില് അകവും പുറവും തീ വ്യാപിച്ചിട്ടുണ്ട്. അകവും പുറവും ഉള്ളത് ആ തീയാണ്. അതുപോലെ ഈ വിശ്വം മുഴുവൻ പ്രകാശിപ്പിച്ച് ബ്രഹ്മം സ്വയം പ്രകാശിക്കുന്നു. ഈ വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മം സ്വയം പ്രകാശിക്കുന്നു. അവിടെയൊക്കെ ആചാര്യസ്വാമികൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രകാശം 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 എന്നാണ്. വേദം ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവിന്റെ അനുഭവത്തെ പറയുമ്പോഴൊക്കെ ഈ പ്രകാശാത്മകതയെ പറയുന്നുണ്ട്. ഇപ്പൊ സുനിൽ പറഞ്ഞല്ലോ, അതിലേക്കൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. വിശദീകരണത്തിന് നമുക്ക് അവിടെയൊക്കെ തേടേണ്ടതുണ്ട്. അപ്പോൾ അറിയേണ്ടത്, തീയിൽ കിടന്ന് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിന്റെ അകവും പുറവും എപ്രകാരമാണോ തീ നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ ഈ വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു ബ്രഹ്മം എന്ന ആ പരമ്പൊരുൾ. അതുപോലെ പ്രൗഢാനുഭൂതി എന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യർ പറയുകയാണ്, കുന്നിക്കുരുവാണെന്ന് തോന്നുന്ന അഗ്നിസ്ഫുലിംഗം പോലെയാണ് ഞാൻ. അവിടെയും ഈ സ്ഫുലിംഗം, തേജസ്, പ്രകാശം എന്നൊക്കെയുള്ള വാക്കാണ് ഋഷീശ്വരന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ അനുഭവത്തിന് ഒരേ അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ പോലും വരണുണ്ടോ ഒരുപോലെ. കുന്നിക്കുരുവാണെന്ന് തോന്നുന്ന അഗ്നിസ്ഫുലിംഗം പോലെയാണ് ഞാൻ, എന്നിലെ ആ ആത്മസ്വരൂപം എന്ന് ഒരിടത്ത് ഒരു സന്ദർഭത്തിൽ ആചാര്യസ്വാമികൾ ഒരു ശ്ലോകത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ നാം എപ്രകാരമാണോ വെളിച്ചം ഉപയോഗിക്കുന്നത്, അതുപോലെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക അനുഭവത്തെ ഇല്ലാതാക്കുന്നതിനുള്ള, ഇനി ഒരു ജനിമൃതി ചുഴിയിൽ പെട്ടുപോകാതിരിക്കാൻ
നമ്മൾ ഈ പരമമായ വെളിച്ചത്തെ അറിഞ്ഞ് അതിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. എത്രയോ ജന്മങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതിലൂടെ ഒരു മനുഷ്യന്റെ ജന്മം കിട്ടുകയും ശക്തിമത്രമായ ഒരു അന്ധകരണം കിട്ടുകയും അത് ആത്മവിചാരത്തിന് സമർത്ഥവുമായി തീരുമ്പോൾ ഈശ്വരൻ നമ്മളെ നയിക്കുന്നത് തന്നെയാണ്. അത് ഭാഗ്യമാണ്. ലോകത്തിൽ ഏറ്റവും മഹാഭാഗ്യമാണത്. ഇത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇത് ചെവിയിലെത്തിയാൽ അത് ഹൃദയത്തിലെത്തുകയും ഹൃദയത്തിനപ്പുറം ഇത് സ്വരൂപത്തിലേക്കൊക്കെ ചിന്തിക്കാനും അറിയാനും ഒരു വാക്കുകൊണ്ടെങ്കിലും അറിയാൻ സാധിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. അതുകൊണ്ടാണ് ദുർലഭം ത്രയമേവേദ ദൈവാനുഗ്രഹ ഹേതുകം. ദൈവാനുഗ്രഹത്തിന് കാരണമായിട്ടുള്ളതാണ് ഈ 3 വസ്തുക്കൾ: മനുഷ്യത്വവും മുമുക്ഷുത്വവും മഹാപുരുഷ സംശ്രയവും ഒക്കെ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര കൊച്ചു കാര്യമാണെങ്കിലും തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വലിയ വിലയേറിയ വാക്കുകൾ അല്ലെങ്കിൽ വലിയ വലിയ പദങ്ങൾ ഉപയോഗിച്ച് ഒന്നും പറയാൻ നമുക്ക് അറിയില്ലെങ്കിലും ഈ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇത്തിരി നേരം എനിക്ക് അവിടെ നിന്നൊന്ന് കേൾക്കണമെന്ന് തോന്നി ആരെങ്കിലും ഓടി ഇതിലേക്ക് വരുന്നുണ്ടോ അവർ ശരിയായ വഴിയിലാണ്. എല്ലാവരിൽ നിന്ന് കേൾക്കും. എന്നുവെച്ചാൽ ആ വഴിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഖം അതാണ്. രാത്രിയിൽ നല്ല ഉറക്കത്തില് നമ്മൾ നല്ല സുഖം അനുഭവിച്ചിട്ട് ഉണർന്നു വന്നപ്പോൾ ഈ ഭൗതികതയിൽ തേടുന്നതും ആ സുഖമാണ്. പക്ഷെ കിട്ടണില്ല. എന്ത് വസ്തു നോക്കിയാലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ വീണ്ടും വീണ്ടും നമുക്ക് വരണം എന്ന് തോന്നുന്നത്. കാരണം ഇവിടെ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന സുഖം ഇവിടെ നിന്ന് കിട്ടും എനിക്ക് എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലാസ്സൊക്കെ എത്ര ഇതായാലും നമുക്ക് ഓടി അണഞ്ഞ് സാബുജിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓടി ഇങ്ങ് വരണ കാണാൻ ചിലപ്പോൾ 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴും ആ ഭൗതികതയുടെ അലച്ചിലിനിടയിലും സമയം കണ്ടെത്തുന്നുണ്ടോ വളരെ ബുദ്ധിപൂർവം. കാരണം നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ധർമ്മം മാത്രമേ ഉള്ളൂ. ഈ ശരീരം അങ്ങ് എരിഞ്ഞു തീരുമ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന മഹാധർമ്മം ഈ സത്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ എത്ര നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ഗതിയെ നിശ്ചയിക്കുന്നത്, അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ തന്നെ തീരുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ജ്യോതിസിനെയാണ് പറഞ്ഞു വന്നത്. ഏകശ്ലോകിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു. അവിടെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഗുരുവിന്റെ ദൈവചിന്തനം, വെറുതെ എഴുതി വിട്ടോ, ദൈവചിന്തനം എന്ന ഗദ്യകൃതി തുടങ്ങുന്നത് എങ്ങനെയാ? നിരന്തന ജ്യോതിസായിരിക്കുന്ന നിന്തിരുവടിയിൽ നിന്ന് ഭഗവാൻ ഗുരു തുടങ്ങുന്ന വാക്ക് എങ്ങനെയാ? നിരന്തന ജ്യോതിസായിരിക്കുന്ന നിന്തിരുവടിയിൽ നിന്ന്, അല്ലെ? അങ്ങനെ ആ നിന്തിരുവടിയിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തിന്റെ ആ സ്ഥിതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അവിടെ ആ വാക്കൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ആ കൃതി പഠിക്കുന്ന നേരത്ത് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാം. അവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ട, നിരിന്ധന ജ്യോതിസ്. ഇന്ധനമില്ലാതെ അഗ്നിക്ക് ആളി കത്തണമെങ്കിൽ അതിലേക്ക് വിറകിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നെയ്യോ എള്ളോ തേങ്ങ പുളോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് ആളി കത്തണത്. ഇന്ധനം ഇട്ട് കൊടുക്കണം. ഇന്ധനം ഇട്ടില്ലെങ്കിൽ അതിങ്ങനെ വെറുതെ എരിഞ്ഞെരിഞ്ഞോണ്ടിരിക്കും, അല്ലെ? ഇവിടെ പറയാണ് ഇന്ധനമില്ലാതെ നിരിന്ധന ജ്യോതിസ്, ഇന്ധനമില്ലാതെ ജ്ഞാനമായിക്കൊണ്ട് ജ്യോതിസായിക്കൊണ്ട് ആ പ്രകാശിക്കുന്ന നിന്തിരുവടിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അവിടെയും ഗുരു നിന്തിരുവടി എന്ന വാക്കല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നിരന്തന ജ്യോതിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജ്യോതിസ് എന്നുള്ള വാക്ക് ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ വിശദീകരണം ഗുരു കൃതികളിലൂടെ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. അതുപോലെ തന്നെ ആത്മവിലാസത്തിന്റെ അവസാന പാരഗ്രാഫിന്റെ തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫിലെ ഗുരു പറയാണ്, നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. കണ്ട, ആ അനുഭൂതിയൊക്കെ പറയുമ്പോൾ ഗുരു ഒരേ ഭാഷയിൽ പോലും അവിടുന്ന് ആ ഒരു വാക്കാണ് എടുത്തേക്കുന്നത്. അതിലിപ്പോൾ അപ്പുറം അവിടുന്ന് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. നമ്മുടെ ദൈവം എങ്ങനെ ഇരിക്കുന്നു? ജ്യോതിർമയമാണ്. അവിടെയും ആ പ്രകാശാത്മകതയെ തന്നെയാണ് പറയണത്. ഇതൊക്കെയും ആ നിസ്തരംഗ സമുദ്രത്തിന്റെ തരംഗമാകുന്നു. ഈ ഭൗതികതയിൽ കാണുന്ന സകലതും തരംഗമില്ലാതെ ശാന്തമായ ആ പരമ്പൊരുളിൽ ഉണ്ടായി കാണിക്കുന്ന വെറും തരംഗങ്ങൾ മാത്രമാണ് നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും.
ആ സ്വരൂപം ജ്യോതിർമയമായിരിക്കുന്ന ദിവ്യ സമുദ്രമാണെന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അവിടെയൊക്കെ ആ കൃതിയൊക്കെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കുക. ആരെങ്കിലുമൊക്കെ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗവും കൂടിയൊക്കെ ഒന്ന് പഠിപ്പിക്കാനുള്ള സമയവും കൂടിയൊക്കെ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾക്കറിയാം, വെളിയിലുള്ള ഒരു വസ്തു കാണണമെങ്കിൽ നമുക്ക് സൂര്യപ്രകാശമോ വിളക്കിന്റെ പ്രകാശമോ ഒക്കെ വേണം. എന്നാൽ സ്വസത്ത, സ്വന്തം ഉണ്മ അവരവരറിയുന്നതിന് ഒരു പ്രകാശത്തിന്റെയും ആവശ്യമില്ലെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്, അല്ലേ? പുറത്തെ വസ്തുക്കൾ കാണാനാണ് നമുക്ക് മറ്റു പ്രകാശ സ്രോതസ്സുകൾ ആവശ്യമായി വരുന്നത്. പക്ഷെ സ്വസത്തയെ അറിയാൻ നമുക്ക് ഒരു പ്രകാശത്തിന്റെയും ആവശ്യമില്ല. അതാണ് പിന്നെ ദീപാർപ്പണത്തിൽ പോലും ആശാൻ പറയുന്നില്ല, നെയ് വാർത്തിടാതെ, അല്ലെ? ആ വരി എങ്ങനെ പറഞ്ഞത്? ചിർത്തിരിഞ്ഞൊളി തെളിഞ്ഞു പൊങ്ങി നെയ് വാർത്തിടാകിലും എരിഞ്ഞു മേൽക്കുമേൽ, അല്ലെ? ആ നെയ്യൊഴിക്കാതെ എരിഞ്ഞു കത്തുന്ന ആ പ്രകാശിക്കുന്ന ആ ഒരു ജ്യോതിസ് ആ പ്രകാശാത്മകതയല്ലേ അവിടെയൊക്കെ പറയണത്. അപ്പോ ഗുരു ഈ പ്രകാശാത്മകതയെ അനുഭവരസികതയോടെ ഗുരു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആത്മോപദേശ ശതകത്തില്. ആത്മീയമായ അനുഭൂതിയിൽ അലിഞ്ഞുകൊണ്ട് ഗുരു ഒരുവൻ ആത്മാനുഭൂതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാ തന്നത് കൃതികളൊക്കെ. അപ്പൊ അതിലെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നു, ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. അവിടെ അനുഭവത്തിന്റെ അനുഭവതലമാണ്. ഒരു 10,000 സൂര്യൻ ഉദിച്ചതുപോലെയുള്ള ആ പ്രകാശാത്മകതയാണ് ആത്മാനന്ദ അനുഭൂതിയിലേക്ക് എത്തുമ്പോൾ ഒരു ഋഷി അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞ് മിന്നാമിനുങ്ങിന്റെ വെട്ടം തേടി നമ്മൾ നടക്കുമ്പോൾ ഈ 10,000 സൂര്യപ്രഭയാർന്ന പൊൻവെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാ ഗുരു ഇത് എഴുതി തന്നെ. ഗുരു ഇത് നമുക്ക് പറഞ്ഞു തന്നത്. തേടി നടക്കുകയാണ് ഇരുട്ട്, അല്ലേ? വെളിച്ചം വെച്ചുകൊണ്ട് ഇരുട്ട് തേടി നടക്കുകയാണ് നമ്മൾ. ആ ഇരുട്ട് തേടി നടക്കുന്ന നമ്മളോട് പറയുകയാണ്, എന്താ പറയുക, അറിവിനെ മൂടിയിരിക്കുന്ന, ആത്മസ്വരൂപത്തെ മൂടിയിരിക്കുന്ന ആ വാസനാജാലങ്ങളെ, അനിത്യമായ മായയെ നശിപ്പിക്കുമ്പോൾ, ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന ഭൗതിക വാസനകളെ നശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ആദിസൂര്യൻ, ആ വെളിച്ചം, അതാണ് ഗുരു അനുഭവിച്ച വിവേകവൃത്തിയെക്കുറിച്ച്, ആത്മാനന്ദ അനുഭൂതിയെക്കുറിച്ച് പറയുകയാണത്. അത് 10,000 സൂര്യപ്രഭയാർന്നു പ്രകാശിക്കുന്നതാണ് ഗുരു അനുഭവിച്ച വിവേകവൃത്തി, ആത്മാനന്ദ അനുഭൂതി എന്ന് അവിടുന്ന് പറയണമെങ്കിൽ അവിടുന്ന് ഇത് അനുഭവിച്ചതല്ലേ പറഞ്ഞു തന്നത്. ആ വാക്കുകളേക്കാൾ എത്രയോ എത്രയോ അപ്പുറമാണ് അനുഭവം. ഇപ്പോ പാൽപ്പായസം കുടിച്ചിട്ട് ആ കുടിച്ചതിന്റെ മധുരത്തെ വർണ്ണിക്കുന്നത് പോലെയാ നമുക്ക് ഗുരുവിന്റെ കൃതി കേൾക്കുമ്പോൾ നമുക്ക് അത്രയേ അതിലുള്ളൂ. പക്ഷെ അവിടുത്തെ അനുഭവം എത്രയാ, നമുക്ക് ചിന്തയ്ക്ക് പോലും അതീതമാണ് ആ അനുഭവം. അപ്പൊ ഗുരുവിന്റെ ഈ വാക്കുകൾ എത്രയും അനുഭവത്തിൽ നിന്ന് ഊറി വന്നതാണ്. ഇപ്പൊ തജ്ജ്യോതിസ് എന്ന് പറയുമ്പോൾ ഗുരു എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിസ്സാരവത്കരിച്ച് കളയല്ലേ. വേദാന്ത സൂത്രത്തിലെ ആ വാക്കിന്റെ പൊരുൾ പഠിക്കണമെങ്കിൽ അനേക ഉപനിഷത്തുകൾ തിരയണം, അനേകം മന്ത്രങ്ങൾ നമ്മൾ തിരയണം, എത്രയോ ഗുരുവിന്റെ കൃതികൾ എത്ര തിരയണം. അവിടെയൊക്കെ ഗുരു ഈ ജ്യോതിസിനെ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ. അപ്പോ ഇവിടെ ഇപ്പൊ സ്മൃതി പറയുമ്പോൾ, ഭഗവത്ഗീത ഒരു സ്മൃതി ഗ്രന്ഥമാണല്ലോ. ഭഗവത്ഗീത പറയുമ്പോഴും ആ ഒരു അനുഭവം തന്നെയാണ്. അർജുനൻ ഒറ്റ നിമിഷം ആത്മസ്വരൂപത്തെ, ഈ വിശ്വരൂപ ദർശനം കൊടുക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ നിമിഷം ആ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒന്ന് കനിഞ്ഞാൽ നമുക്കും ഈ അനുഭവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അന്യമല്ലാത്ത ഒന്നും ഗുരു പറഞ്ഞു തരില്ല, സാധ്യമല്ലാത്ത ഒന്നിനെയും ഭഗവാൻ പറഞ്ഞു തരില്ല. ഇത് സാധ്യമായത് കൊണ്ട് തന്നെയാണ് അവിടുന്ന് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ പിന്നെ നല്ല യുദ്ധഭൂമിയില് വളരെ മനസ്സൊക്കെ വല്ലാതെ കലുഷിതമായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും ആ ഗുരുവിന്റെ കരുണ ഉണ്ടായപ്പോൾ കൃഷ്ണ പരമാത്മാവ് ശരിക്കും ആ കാട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുദ്യത യതിഭാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ
മഹാത്മനഹ എന്ന് പറയുന്നുണ്ട്. 1000 സൂര്യന്മാർ യുഗപതുദ്യത ഒരുമിച്ചുദിച്ചതുപോലെ ദിവി ആകാശത്ത് സൂര്യസഹസ്രസ്യ സഹസ്രം സൂര്യന്മാർ 1000 സൂര്യന്മാർ യുഗപത് ഉദ്യത ഒരുമിച്ച് ഉദിച്ചതുപോലെയാണ്. സദൃശീ സാഭ അത്തരത്തിലുള്ള ഒരു പ്രകാശമാണ് തസ്യ മഹാത്മനഃ ആ മഹാത്മാവിൽ ഭാസിച്ചു കണ്ടത് എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, ഗുരുവിന്റെ കൃതി പഠിക്കുമ്പോൾ എന്തിനാണ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ഗുരുവിലേക്ക് എത്തിയിട്ടുള്ള ഇല്ല എന്നർത്ഥം. നമുക്ക് എവിടെയൊക്കെയോ രാഗവും ദ്വേഷവും എന്റേതുകളും മമതയും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തൊട്ടിപ്പുറത്ത് ഒന്നിനെ സ്വീകരിക്കാൻ പറ്റാത്തത്. നമ്മൾ ഗുരുവിന്റെ കൃതി ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതും അതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, ഒന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതും അതും കൃപയോടുകൂടി മാനവരാശിക്ക് തന്നെ പകർന്നു നൽകിയതല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ മനസ്സ് രാഗദ്വേഷങ്ങളകന്ന് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വന്നൊരു കോളാണ്, എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ ഭഗവത്ഗീത കൊണ്ടുവരുന്നത്, എന്തിനാണ് മറ്റ് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ മഹാഋഷിമാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒന്നാണെന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കേണ്ടി വരും. കാരണം അവിടെ മറ്റൊന്നും അല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്കൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചതെന്ന് നമ്മൾ അറിയണം. നമുക്ക് ആ മനസ്സുണ്ടാവണം. ഗുരുവിന്റെ കൃതികളോടൊപ്പം തന്നെ മറ്റ് അധ്യാത്മ ഗ്രന്ഥങ്ങളും ഒക്കെ സ്വീകരിക്കാനും പഠിക്കാനും ഒക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ ഇതിനെ ഇട്ടിട്ട് ഈ എല്ലാത്തിനെയും കൂടി ചേർത്ത് തന്നിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം മുഴുവനും പാഴാക്കി കളയരുതെന്ന് അർത്ഥം. കാരണം ഭഗവത്ഗീതയിലും നാരായണീയത്തിലും അതുപോലെ തന്നെ ഭാഗവതത്തിലും ഉപനിഷത്തുക്കളിലും ബ്രഹ്മസൂത്രത്തിലും ഒക്കെയുള്ള ലളിതാ സഹസ്രനാമോ ദേവി മഹാത്മ്യോ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന സത്ത് ഇത് വെറും വാക്കല്ല സഹോദരനെ. ഇതൊരു വെറും വാക്കല്ല. കാരണം ഇതിലേക്കൊക്കെ അല്പമെങ്കിലും ഇതിന്റെ ബാഹ്യാർത്ഥങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ ശ്രമം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിൻ്റെയും സത്ത എടുത്തിട്ടുള്ള വേദഗ്രന്ഥമാണ് ഗുരുദേവകൃതി. അതിന് മീതെ വയ്ക്കാൻ ഒരു ഭാഗവതമോ ഒരു ഭഗവത്ഗീതയോ ഒന്നുമില്ല. കാരണം എല്ലാത്തിൻ്റെ സത്ത് ഇതിലുണ്ട്. കാരണം നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ സത്തയാണ്. അപ്പോൾ അനേകം ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് മന്ത്രങ്ങളും ആയിരക്കണക്കിന് പേജുകളൊന്നും വായിക്കാൻ മനുഷ്യായുസിൽ സമയമില്ല. അത് വേണ്ടാഞ്ഞിട്ടല്ല, സമയമില്ല. പക്ഷേ ഇത് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു പഠനമെങ്കിലും നടത്താൻ പറ്റും. അടുത്ത ആഴത്തിലുള്ള പഠനത്തിന് നമുക്ക് ഇനി ഒരു ജന്മം തന്നാൽ പഠിക്കാം. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒരു പഠനമൊക്കെ നമുക്ക് സാധിക്കും. ശ്രമിച്ചാൽ ഇനിയും നമുക്കതിനൊക്കെ സാധിക്കും. അത് നമ്മൾ കരുതണം. അതുകൊണ്ടാണ് ആശാന്റെ വാക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കയറി വരും. വിക്ഷേപം വൃത്തിയെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയാണ് ഗുരുപാദ ദശകത്തിലെ. വിക്ഷേപം വൃത്തിയെല്ലാം വിഷയ വഴി ഇളക്കുമ്പോൾ വല്ലാതെ വാടും, മോക്ഷാർത്ഥിക്കാശ്വസിപ്പാൻ ഹൃദി ശുഖ ഭഗവത്പാദർ ഇത്യാദി തോന്നും. പക്ഷേ സന്ദേഹവും തോന്നും അപരിചയം കൊണ്ട് പര്യാപ്തമായുമേ. സാക്ഷാൽ ഉണ്ണിന്നു നാരായണ ഗുരുപദമെൻ അൻപിൽ ഞാൻ കുമ്പിടുന്നേ എന്ന് പറഞ്ഞാല് ഈ ഗുരുവിന്റെ കൃതികളെയും ഗുരുവെന്ന ചൈതന്യത്തെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ഗുരുവിന്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് എഴുതിയ 10 ശ്ലോകങ്ങളാണല്ലോ ഗുരുപാദ ദശകം. ആശാനോളം ഗുരുവിനെ അറിഞ്ഞേക്കുന്നത് ആരാ? ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഗുരുവിനെ കണ്ടറിഞ്ഞ് സ്പർശിച്ചറിഞ്ഞ് ആ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി ആ ജ്ഞാനം സ്വയം നേരിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള ആശാൻ പറയാണ് ഈ വിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തിൽ നാം. നമ്മുടെ മക്കളെന്നും പിന്നെ ഭർത്താവെന്നും സമ്പത്തെന്നും കാറെന്നും സ്ഥാനമാനങ്ങളെന്നും ഒക്കെ ഇങ്ങനെ കരുതി പിടിച്ചു വെച്ചേക്കുന്നതാണ്. എന്നിട്ട് അത് സത്യമാണെന്ന് ഉറപ്പിച്ചും വെച്ചേക്കാണ്. അത് ഉറപ്പിച്ചു വെക്കുമ്പോൾ നമ്മൾ പിടിച്ചു വെച്ചേക്കണതിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് ദുഃഖമായി. നഷ്ടപ്പെട്ടാലും കുഴപ്പമാണ്, കിട്ടിക്കഴിഞ്ഞാൽ അതിന് സംരക്ഷിക്കാനുള്ള ദുഃഖമായി. എന്തിനും ദുഃഖമാണ്.
അപ്പോൾ ഈ വിക്ഷേപം, ഈ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കുന്നതിനെയാണ് വിക്ഷേപം എന്ന് പറയുക. ഈ വിക്ഷേപവൃത്തിയിൽ പെട്ടിട്ട് ഈ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വല്ലാതെ വാടിപ്പോകുന്നതാണ്. ശരീരത്തിന് രോഗം വന്ന കിടന്ന ഉറക്കം വരില്ല. എൻ്റെ ഗതി എന്താ, എന്നെ ആരും നോക്കാൻ, അല്ലേ, എനിക്ക് ധനമില്ലല്ലോ ചികിത്സിക്കാൻ, പല വിധത്തിലുള്ള ചിന്തകളാണ്. പക്ഷേ ഈ ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴും അതിനുള്ള പരിഹാരവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ നമ്മൾ വന്നിരിക്കുന്നത്, അത് ആ ചൈതന്യത്തിന്റെ അടിത്തറയിലുള്ള ഒരു സംരക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വിശ്വാസം വരാത്തപ്പോഴാണ് നമുക്ക് എനിക്ക് ആരുണ്ടെന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകുന്നു. അതിനിടയിൽ കിട്ടിയ കുറേ കൂട്ടുകാരാണ്, ഭർത്താവും മക്കളും അവരും ഇവരും ഒക്കെ. അതാണ് സ്വന്തം എന്ന് പറയുമ്പോഴും തന്നിലേക്ക് ആദ്യം സ്ഫുരിച്ച ആ ചൈതന്യം അത് തന്നെ മറ്റാരൊക്കെ ഉപേക്ഷിച്ചാലും അത് മാത്രമാണ് തനിക്ക് കൂട്ടായി ഉണ്ടാകുക എന്നുള്ള അറിവിലേക്ക് വന്നാലുണ്ടല്ലോ, ബാക്കിയൊക്കെ എന്ത് വന്നാലും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞപ്പോഴായിരുന്നു അത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് അത് ഞാൻ മറന്നുപോയി. എന്ത് പറഞ്ഞപ്പോഴായിരുന്നു ഇത് പറഞ്ഞു വന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം വിക്ഷേപം വൃത്തിയെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഭൗതിക വിഷയങ്ങളിലേക്ക് നമ്മൾ ആഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും അധ്യാത്മ ഗ്രന്ഥങ്ങൾ പഠിച്ചൊന്നും മനസ്സിന് സമാധാനം കിട്ടാമെന്നും പറഞ്ഞ് നമ്മൾ പോയി ചെന്ന് എടുക്കുമ്പോൾ ഭഗവത്ഗീത എടുക്കും, അല്ലെങ്കിൽ ശുഗൻ പരീക്ഷത്തിന് ഉപദേശിച്ച ഭാഗവതം എടുക്കും, ശങ്കരകൃതികൾ എടുക്കും. ഇതൊക്കെ എടുത്താൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ? നല്ല സംസ്കൃത ഭാഷയിൽ കടുകട്ടിയായ വേദാന്ത ഭാഷയിൽ എഴുതിയിരിക്കുന്നു, നമുക്കിതൊന്നും മനസ്സിലാവില്ല. കടുത്ത തത്വചിന്താപരമായ കൃതിയാണ് ഭഗവത്ഗീത, അല്ലേ. അതൊക്കെ എടുത്ത് അതിന് ഒത്തിരി ശങ്കര ഭഗവത്പാദര് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കൊക്കെ, അല്ലെ. അതിൽ ആ ഭാഷ്യം വായിക്കുമ്പോൾ നമ്മൾ ആ ശ്ലോകം വായിച്ച് മലയാളത്തിൽ ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്ന അർത്ഥമൊന്നുമല്ല അതിനുള്ളത്. ഒത്തിരി ഡെപ്തായിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള അർത്ഥം അതിനകത്തുണ്ട്. ഞാൻ ഓർക്കും, ശങ്കരഭാഷ്യം പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യം പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ല, ഒരു സെന്റൻസ് തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്ന 2 പേജ് കഴിയുമ്പോഴാണ് ഒരു സെന്റൻസിന്റെ അറ്റം കാണുന്നത്. ശങ്കരന്റെ ഭാഷ്യത്തിന് പിന്നീട് ഭാഷ്യം വേണ്ടി വന്നു അത് മനസ്സിലാക്കാൻ, അല്ലേ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ വാക്കുകൊണ്ട് ഉച്ചരിച്ച് അതിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു പോകുന്ന ഒന്നല്ല ഈ ഗ്രന്ഥങ്ങളൊക്കെ. അതിന് ഒത്തിരി ആഴമേറിയ ആശയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലുമായിട്ട് ഗുരു തന്നിരിക്കുന്ന ഈ വേദവാണികള് വളരെ ലളിതമായ ഭാഷയിൽ ഒരു സാധാരണ മനുഷ്യന് പോലും ഈ വേദത്തിലേക്കും ഉപനിഷത്തുകളിലേക്കും ഒക്കെ ഇറങ്ങാൻ പര്യാപ്തമായ അതിൻ്റെ സത്തയെ എടുത്തു വെച്ച് തന്നിട്ടുണ്ട് ഗുരുവിൻ്റെ കൃതികളിലൊക്കെ എന്ന് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ പൂജാമുറിയിലെ ഗുരുദേവ കൃതി ഇടം പിടിക്കുന്നത്. ഒന്ന് വായിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ അത് വാക്കിലൂടെ നമ്മൾ അറിയാതെ തന്നെ വന്നു. ഓരോ ആചാര്യന്മാരെടുക്കുമ്പോൾ ഗുരുവിൻ്റെ കൃതി എത്രയെങ്കിലും സ്പർശിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന മറ്റ് ഇതിൽപ്പെട്ടവരാണെങ്കിലും അവർ ഇതായിരിക്കും ഉപദേശമായിട്ട് ഉദാഹരണമായിട്ട് എടുത്തു വയ്ക്കുക. കാരണം ഇത്രയും ലളിതമായിട്ടുള്ളത് മറ്റൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വാമി നെച്ചൂരിൻ്റെ ക്ലാസ് എപ്പോഴും വളരെ രാവിലെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ യോഗവാസിഷ്ടമൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് കയറി വരാറുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് മനുഷ്യരുടെ മനസ്സുകളിൽ സ്പർശിക്കുന്നുണ്ട്. കാരണം ആ അനുഭവമാണ്, ഋഷിത്വമാണ്, കവിത്വമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ച പോലെയുള്ള പ്രകാശമാണ് കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചപ്പോൾ അർജുനന് അനുഭവപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെയും ആ പ്രകാശാത്മകമായ അനുഭവത്തെ പറയുന്നുണ്ട്, അല്ലേ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ ആദ്യ സൂര്യനെ സാക്ഷാത്കരിക്കാനാവണം മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം. എന്താണ് ആ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ആദ്യ സൂര്യനെ, ആ ജ്യോതിസിനെ സാക്ഷാത്കരിക്കലാണ്, അറിയലാണ്, അനുഭവിക്കലാണ് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം. അതെനിക്ക് ഇനി ഒരു ജന്മത്തിൽ മതിയെന്ന് വിചാരിക്കരുത്. അതെനിക്ക് ഈ ജന്മത്തിൽ തന്നെ ആകണം ഭഗവാനെ. എനിക്ക് ഈ ജന്മത്തിൽ തന്നെ ആ പ്രകാശത്തെ എനിക്ക് അറിയണം.
ജന്മങ്ങൾ പോലും കുലങ്ങൾ പോലും ശുദ്ധീകരിക്കും ഈ അറിവിനെ നമ്മൾ തേടിയാൽ. ഒരിക്കലും പതിച്ചു പോകില്ല, ഒരു സംശയവും ഇല്ല. അത് എത്രയോ ശ്രുതി അതിന് പ്രമാണമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഗുരു പറയുക, അതുകൊണ്ട് എല്ലാവർക്കും ഓതിക്കൊടുക്കേണ്ട ഒരു സത്യം ആത്മോപദേശ ശതകത്തിൽ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അത് ഏത് സത്യം എന്ന് പറയാമോ? അതുകൊണ്ട് ഈ ജ്യോതിസ് അഹം ഇരുളല്ല. അത് തന്നെ ടീച്ചറെ, അല്ലേ? ഒന്ന് ചൊല്ലിക്കേ ടീച്ചറെ. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. ഇത് വലിയ ഒരു ഉപദേശമാണ് ഗുരുവിന്റെ ദർശനം പഠിപ്പിക്കുന്നവർ പറയുന്നവരുണ്ടെങ്കിൽ ഇതാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇരുട്ടിൽ നിന്ന് മനുഷ്യൻ ഇരുട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗുരു പറയുക, ഇരുട്ടല്ല, നാം ഓരോരുത്തരും പ്രകാശമാണ്. അഹം ഇരുളല്ല, ഞാൻ ഇരുട്ടല്ല, ഞാൻ 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 എന്നെല്ലാവരിലും തുടിക്കുന്ന ആത്മചൈതന്യം. കള്ളനിലും കൊള്ളക്കാരനിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലും കൊലപാതകിയിലും ഒക്കെ ഇരുന്ന് ഞാൻ 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 എന്ന് പ്രകാശിക്കുന്ന ആ ആത്മചൈതന്യം ഇരുട്ടല്ല, വെളിച്ചമാണ്. ഇതറിയുമ്പോൾ തന്നെ ഈ മനസ്സിന്റെ മനസ്സിന്റെ ദുർവാസനകൾ പതുക്കെ അകന്നു പോകും. അതുകൊണ്ട് ഗുരു പറയാണ്, ഞാൻ ഇരുട്ടല്ല. ഏത് ഇരുട്ടും മുറി പോയിരുന്നാലും ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം നമുക്കില്ലേ? ഒരു എക്സിസ്റ്റൻസ് നമുക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഗുരു പറഞ്ഞ അഹം ഇരുളല്ല. അത് നമ്മൾ വെറുതെ വാക്കിന്റെ അർത്ഥം പഠിക്കാതെ അതിന്റെ പൊരുൾ മനസ്സിലാക്കണം. ഇരുട്ടായിരുന്നെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് ഏത് ഇരുട്ടിലിരുന്നും നമുക്ക് അറിയാനാവില്ലായിരുന്നു. വിളക്ക് കെട്ടുപോയ ഒരു കാഴ്ചയും കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം ഏത് വിളക്കില്ലെങ്കിലും ഏത് കണ്ണടച്ചാലും നമുക്ക് ആ എക്സിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ലേ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ ആ ഇരുട്ടായിരുന്നെങ്കിൽ അന്ധരായി നാം അഹമെന്നറിയാതിരുന്നിടേണം. നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഉണ്മ പ്രകാശാത്മകതയല്ലെങ്കിൽ, ഇരുട്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഗുഹയെ കൊണ്ട് ഇരുട്ട് വെച്ചാൽ നമ്മൾ ഉണ്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതിനാൽ എന്ത് ചെയ്യണം? അഹം അന്ധകാരമിൽ അല്ലെന്ന്, ഞാൻ ഇരുട്ടല്ലെന്ന് അറിവതിന്, മനസ്സിലാകുന്നതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട സത്യം ഞാൻ ഇരുട്ടല്ല, വെളിച്ചമാണ് എന്നുള്ളതാണ്. അപ്പോൾ ദുഃഖ ദുരിതങ്ങളിൽ കൈകാലിട്ടടിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം, അല്ലെ? ഒരു നേരം പോലും ഒന്ന് വേദനയില്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം, അല്ലെ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ നേടി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അറിവ്, അതൊന്ന് ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പോലും നമ്മളുടെ വേദനകളെ പോലും ശമിപ്പിക്കുന്ന ഒരു വെളിച്ചം കടന്നു വരും. ഈ വെളിച്ചമില്ലാതെ പോകുമ്പോഴാണ് വെറും ശരീരത്തെ ഓർത്തിരുന്നു കൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നത്. ഇപ്പൊ രമണ മഹർഷിയൊക്കെ ശരിക്കും നമ്മളിപ്പോൾ രമണ മഹർഷിയാണോ ശ്രീനാരായണ ഗുരുദേവനാണോ നമ്മളെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഈ അറിവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വേദനകളെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കും. സംശയമൊന്നുമില്ല, ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ടാണ് ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോഴും നമുക്ക് ബുദ്ധിക്ക് തെളിച്ചമുള്ളപ്പോഴും എന്തെങ്കിലും കേൾക്കാൻ ശ്രവണശക്തി ഉള്ളപ്പോഴൊക്കെ ഇത് കേൾക്കണമെന്നും ചിന്തിക്കണമെന്നും അറിയണമെന്നൊക്കെ പറയുന്ന അതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഈ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്നവര് നിരവധിയായ ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിവർന്നു പോലും ഇരിക്കാൻ പറ്റാതെ രോഗത്തിനടിമപ്പെട്ടുകൊണ്ട് ഈ ഈശ്വരീയമായ വെളിച്ചത്തിൽ എനിക്ക് ജീവിക്കണം എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യമുള്ളൂ, ശരീരത്തിൻ്റെ സ്വഭാവമാണ് ജീർണതയും രോഗവും ഒക്കെ. പക്ഷെ അതിനപ്പുറം യാതൊരു ജീർണതയുമില്ലാത്ത ഒരു മഹാവെളിച്ചം നമ്മുടെ ഉള്ളിലെ ഈ വേദനകൾക്ക് ആശ്വാസം അരളിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ പ്രാർത്ഥന കൊടുക്കണം. പുറമെ ഒരു ബിംബത്തെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ ആശ്വാസങ്ങളും തരുളുന്ന ഒറ്റയ്ക്കിരിക്കുമ്പോഴും, അല്ലെ, ഒറ്റപ്പെട്ടു പോകുമ്പോഴും, വേദന കൊണ്ട് വലയുമ്പോഴും, ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ ഗുരു തന്നിട്ടുണ്ട് കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ,
കുറേയൊക്കെ നമുക്ക് നമ്മുടെ വേദനകൾ നമ്മളറിയാതെ തരണം ചെയ്തു പോകുന്നത് കാണാം. ഒരു സംശയവും ഇല്ല. അവിടെയൊക്കെ നമുക്ക് ഉറപ്പ് വേണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുപദിഷ്ട വേദാന്ത വാക്യേഷു വിശ്വാസ ശ്രദ്ധ. ഗുരു പറഞ്ഞിരിക്കുന്ന വേദാന്ത വാക്യങ്ങളിലുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറഞ്ഞത്. അപ്പോൾ അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധര, ആ ശ്ലോകം പഠിക്കണം കേട്ടോ. എന്നിട്ട് വിചാരിക്കണം, വീണ്ടും വീണ്ടും പറയണം, വീണ്ടും വീണ്ടും മനസ്സിൽ ധ്യാനിച്ചിട്ട് പറയണം, ഞാൻ ഇരുട്ടല്ല, വെളിച്ചമാണ്. എൻ്റെ വാസനകൾക്ക്, എൻ്റെ ശരീരത്തിനപ്പുറം, മനസ്സിനപ്പുറം, ബുദ്ധിക്കപ്പുറം, എൻ്റെ ജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന കർമ്മവാസനകൾക്കപ്പുറം ഒരു വിളക്ക്, ഒരു ആത്മപ്രകാശം ഉണ്ട്. അത് വെളിച്ചമാണ്, ഇരുട്ടല്ല. അതുകൊണ്ട് ഞാൻ സോഹം, ഞാൻ അവനാണ്, മറ്റാരുമല്ല എന്ന് ചിന്തിച്ച് നമ്മളിലേക്ക് തന്നെ ഈ സത്യത്തെ പറഞ്ഞ് നാം ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ശ്ലോകം എല്ലാവരും പഠിക്കണം, അഹം ഇരുളല്ല എന്നുള്ള ശ്ലോകം. അപ്പോൾ അതുപോലെ തന്നെ ഈ പരമസത്യത്തെ ഗുരു പ്രകാശ സ്വരൂപമായി പറഞ്ഞു തന്നിരിക്കുന്ന ഭാഗങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഗുരു ആത്മോപദേശ ശതകത്തിലെ 52-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. കണ്ട, ആ സ്വനം അടങ്ങുന്ന ഇടത്തെ ഗുരു സ്വയം പ്രകാശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതി നിറയുവാണ് ഗുരുവിന്റെ കൃതി. ഇങ്ങനെ ഗുരു പറഞ്ഞ വേദാന്ത സൂത്രത്തെ ഗുരുവിന്റെ കൃതിയിൽ നമ്മൾ വെക്കുമ്പോൾ ഭഗവാനെ നമ്മളെ അതിലേക്കൊക്കെ കൊണ്ട് എത്തിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ പറയാ, ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്ന്. ഈ പ്രപഞ്ച സൃഷ്ടിയില് ആദ്യം ഉണ്ടായത് ആകാശമാണെന്ന് പറയുമല്ലോ. ആകാശത്തിന്റെ ഗുണമാണല്ലോ ധ്വനി, ശബ്ദം. അപ്പൊ ആദ്യം ഉണ്ടായത് ആകാശമാണ്. ധ്വനിമയമായി ശബ്ദത്തോടു കൂടി ആകാശം വന്നു. ആദ്യം ആകാശം. തസ്മാദ്വാ ഏതസ്മാദാത്മനഃ ആകാശ സംഭൂതഃ ഉപനിഷത്ത് പറയും അല്ലെ. ആ ആകാശം വന്നത് എങ്ങനെയാ? ധ്വനി, ശബ്ദരൂപത്തിലാണ്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ. അപ്പോൾ അതെങ്കിലും അത് യുഗപത് സൃഷ്ടിയാണ്. പെട്ടെന്ന് ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൽ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. പിന്നീട് അതിലേക്ക് എല്ലാ ആകാശം വന്നു, ഭൂമി, ജലം, വായു, അഗ്നി. ഈ ദൃശ്യജാലം, ഈ പഞ്ചഭൂതങ്ങളിലെ ബാക്കി 4 ഭൂതങ്ങളും അവിടെ അണിനിരന്നു. അതോടനുബന്ധിച്ചുള്ള വിഷയജാലങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിലുണ്ടായി. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. ആദ്യം ആകാശം വന്നു ശബ്ദത്തോടു കൂടി. പിന്നെ അതിങ്കൽ അണയും അശേഷ ദൃശ്യജാലം എന്ന് പറഞ്ഞാലോ ബാക്കി പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചമുണ്ടായി. പിന്നെ പറയാ, പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. പിന്നീട് അപ്പോൾ ഈ ദൃശ്യജാലങ്ങൾ വരുമ്പോൾ എന്തുണ്ടായി? അറിയുന്ന ഞാനുണ്ടായി, അറിയപ്പെടുന്ന വസ്തു ഉണ്ടായി, അറിവ് എന്നുള്ള പ്രോസസ് ഉണ്ടായി. ത്രിപുടി ആയിട്ടാണ് എല്ലാതും ഈ പ്രപഞ്ചത്തിൽ വരുന്നത്. അറിവും, അറിയുന്നവനും, അറിയുന്നയാളും അല്ലെ. അറിയുന്ന ഞാനും, അറിയുന്ന വസ്തുവും, അറിവും. കേൾക്കുന്ന ശബ്ദവും, കേൾവിയും, കേൾക്കുന്ന ഞാനും അല്ലെ. ഇങ്ങനെ ത്രിപുടി ആയിട്ടാണ് എല്ലാ അറിവും വന്നത്. എന്നിട്ട് പറയാണ്, പുനഃ വീണ്ടും അവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ഈ ത്രിപുടി പൂർണ്ണമാകുമ്പോൾ, ത്രിപുടി മുടിയുമ്പോൾ പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ത്രിപുടി അടങ്ങുമ്പോഴുണ്ടല്ലോ വന്ന പോലെ തന്നെ ഇങ്ങോട്ട് അടങ്ങുക. ആദ്യം ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ ആകാശം. ആകാശത്തിന്റെ ഗുണമായ സ്വനം, ആ ശബ്ദവും കൂടി അടങ്ങിക്കഴിയുന്ന എന്തിലേക്ക് അടങ്ങും? സ്വയം പ്രകാശ സ്വരൂപമായ ആത്മാവിലേക്ക് അടങ്ങും. ആ അടങ്ങുന്ന ഇടത്തെ തുടങ്ങിയെടുത്തടക്കം അല്ലെ. തുടക്കം എവിടെയോ അവിടെ അടക്കം. ആ അടങ്ങുന്നതിനെ പറയാണ് സ്വയം പ്രകാശം. ഭഗവാനെ, അവിടുത്തെ അനുഭൂതി എത്രയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാ ഭഗവാൻ ഇത് അവിടുത്തെ ആ അനുഭൂതിയിൽ നിന്ന് ഒഴുകി എത്തിയത്? ആശ്ചര്യം, അത്ഭുതം തന്നെ, മഹാത്ഭുതം തന്നെ. കാരണം നമ്മുടെ ആദ്യം ഗുരു തന്നെ പറഞ്ഞല്ലോ, രേതസ് തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരു. ആ നാദമാണ് ആദ്യം ഉണ്ടായത്.
ആ നാദമാണ് രൂപമായി വന്നതല്ലോ. ആ സ്വനം അടങ്ങുന്ന ഇടമാണ് സ്വയം പ്രകാശമെന്ന്. അവിടെയാണ് ആ പരമാത്മ സ്വരൂപത്തെ ഗുരു സ്വയം പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നതുണ്ടോ. തജ്ജ്യോതിഹി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പാഠങ്ങളെല്ലാവരും ഇത് നന്നായി മനനം ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളെല്ലാം പഠിക്കണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ചന്തമേറിയ പൂവിലും സബലാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി അന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭി കൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലുമാത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. അണകവിയും നഴലാഴിയാഴുവിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേക്കിയണഞ്ഞിടും നാരായണ ഗുരുനായകൻ എന്റെ ദൈവം.